വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു TPU കേസ് കിട്ടുന്നുണ്ട്. ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. പോക്കോ F5 30,000 രൂപയുടെ പ്രൈസ് വരുന്ന ഒരു 27,000 രൂപയ്ക്ക് ബാങ്കിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ അഞ്ചിട്ട് കിട്ടും. അപ്പൊ ഈ ഒരു പ്രൈസിൽ വരുന്ന മറ്റുള്ള ഫോണൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ എല്ലാവരും പറയുന്ന പോലെ ഇതിന്റെ സ്പെക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു വിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇതിന്റെ പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ പോസിറ്റീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ ഡിസ്പ്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.67 ഇഞ്ചാണ് ഡിസ്പ്ലേ വരുന്നത്. ഇതിന്റെ ബെസൽസും കാര്യങ്ങളൊക്കെ ഉണ്ടോ, വളരെ തിന്നായിട്ടുള്ള ബെസൽസ് ആണ്. അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ ഭയങ്കര കോമ്പാക്ട് ആയിട്ടുള്ള ഫോണാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമുക്ക് പുറത്തൊക്കെ യൂസ് ചെയ്യാനും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര സ്മൂത്ത് ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് ഒന്നും അട്രാക്ട് ചെയ്യാല. പക്ഷേ പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് തന്നെ കവർ യൂസ് ചെയ്യില്ലെങ്കിൽ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ബാറ്ററി ലൈഫ് 5000 mAh ആണ് ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ വരുന്നുണ്ട്. സാംസങ് ഒക്കെ കണ്ടുപിടിക്കണം. വേറെ ഒന്നുമല്ല, സാംസങ് ഒക്കെ അവരുടെ ചെറിയ ഫോണുകളിൽ വരെ ഇപ്പൊ ചാർജറൊക്കെ ഒഴിവാക്കി. ഇതിനകത്ത് നമുക്ക് 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് യൂസ് ചെയ്തിട്ടും എനിക്ക് ഒരു ദിവസമൊക്കെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുതൽ 1.5 ദിവസം വരെ ഈസി ആയിട്ട് കിട്ടും. പിന്നെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചാർജ് എടുക്കാം. 5000 mAh ബാറ്ററി വരുന്ന ഫോണാണ്. വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്. 7.9 mm തിക്നെസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു 100-150 ഗ്രാം വെയിറ്റേ ഉള്ളൂ. 5000 mAh ബാറ്ററി ഉണ്ട്. പണ്ടത്തൊക്കെ 5000 mAh ബാറ്ററി ഉള്ള ഫോൺ എന്ന് പറയുമ്പോൾ ബൾക്കി ആയിട്ടുള്ള ഫോണായിരിക്കും. വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്. അതുകൊണ്ട് നമുക്ക് ഒരു കൈ കൊണ്ടൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ബാക്കിയുള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫോണിന്റെ ഏറ്റവും മികച്ച പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രോസസ്സറാണ്. അതായത് ഇതിന്റെ തലച്ചോറാണ്. വേറൊന്നുമില്ല, സ്നാപ്ഡ്രാഗന്റെ 7th+ Gen 2 എന്ന് പറയുന്ന ഒരു അടിപൊളി പ്രോസസ്സറാണ് വരുന്നത്. ആന്റിറ്റ്യൂഡ് സ്കോറിൽ ഏകദേശം ഒരു 10 ലക്ഷം 11 ലക്ഷം ഒക്കെയാണ് ഇതിന്റെ സ്കോർ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സാംസങ്ങിന്റെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയിട്ടുള്ള സാംസങ്ങിന്റെ F54 എന്ന് പറഞ്ഞ ഫോണിനകത്തൊക്കെ 4 ലക്ഷം, അതായത് 5 ലക്ഷത്തിൽ താഴെയാണ് അതിന്റെ സ്കോർ ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. സാംസങ്ങിന്റെ ഈ സെയിം പ്രൈസിൽ വരുന്ന ഫോണിന് 5 ലക്ഷത്തിൽ താഴെയും ഈ ഫോണിന് 10 ലക്ഷവും 11 ലക്ഷം ഒക്കെയാണ് ഇതിന്റെ ആന്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മികച്ച ഫോണാണ്. അത് ഗെയിം കളിക്കാനായിക്കോട്ടെ, മൾട്ടി ടാസ്കിങ് ചെയ്യാനായിക്കോട്ടെ, ഒരു ഇഷ്യൂ ഇല്ല. നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഗെയിം കളിച്ചപ്പോഴും എനിക്ക് അങ്ങനെ ഹീറ്റിംഗ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. വാം ആകും, അതിപ്പോ ഏത് ഫോണായാലും അത്യാവശ്യം ചെറിയ രീതിയിൽ ചൂടാകും. പക്ഷെ അങ്ങനെ ഓവർ ഹീറ്റിംഗ് സംഭവങ്ങളൊന്നുമില്ല. ഒരു പെർഫോമൻസ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലോട്ടുള്ള ഒരു പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്പീക്കേഴ്സ് ഞാനിത് എടുത്തു പറയാൻ കാര്യം വേറൊന്നുമില്ല. സാംസങ്ങിന്റെ F54നകത്തൊക്കെ വളരെ മോശം സ്പീക്കറാണ് വരുന്നത്. മോണോ സ്പീക്കറാണ്, സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഡ്യുവൽ സ്പീക്കർ വരുന്നുണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, താഴെ വരുന്നുണ്ട്, മേളിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പ് ആയിട്ടുള്ള നല്ല ലൗഡ് ആയിട്ടുള്ള സൗണ്ടാണ്. പിന്നെ നോക്കാനാണെന്നുണ്ടെങ്കിൽ LPDDR5 നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള റാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ് മോഡലിൽ തന്നെ 256 GB മെമ്മറി വരുന്നുണ്ട്. പിന്നെ കോൾ ചെയ്യുമ്പോൾ അങ്ങനെ ഇഷ്യൂ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കോള് ഡ്രോപ്പ് ആവുമോ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ്സ്. ഞാൻ ഇനി ഇതിന്റെ നെഗറ്റീവ് പറയാം. ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നിയത് ഇതിന്റെ ക്യാമറയാണ്. അത്ര മോശം ക്യാമറയൊന്നുമല്ല, നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഒരു ഫോണിന്റെ ഒരു ലെവലിലോട്ട് ഈ ക്യാമറ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് അത്ര പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. കുഴപ്പമില്ല. ബാക്കിയുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ബാക്കിയുള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വീഡിയോഗ്രാഫി എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. 64 MP ബാക്കിൽ ക്യാമറ വരുന്നത്. നമുക്ക് അതിനകത്ത് 4K ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും. സെൽഫി ക്യാമറ വരുന്നത് 16 MP. അതിനകത്ത് നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അത്യാവശ്യം സെൽഫി വീഡിയോ കാര്യങ്ങളൊക്കെ പിടിക്കുന്നവരാണ്. വ്ളോഗേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഒരു 30,000 നമ്മൾ കൊടുക്കുമ്പോൾ സെൽഫി ക്യാമറ കൂടെ നമുക്ക് 4K റെക്കോർഡ് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതിലെടുക്കുന്ന ഫോട്ടോസ് അങ്ങനെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. വേറൊന്നുമല്ല, അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചമുള്ള സാഹചര്യത്തിൽ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോയാണ്, നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഫോട്ടോയാണ്. കാണാൻ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ഇത് ഇഷ്ടപ്പെടാതെ പോയത് വെട്ടവും വെളിച്ചം ഇല്ലാത്ത സാഹചര്യത്തിൽ കുറച്ച് സന്ധ്യ ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത്ര നല്ല ഫോട്ടോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത് സെൽഫിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോഴാണ്. വളരെ മോശമായിരുന്നു. സൗണ്ട് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നതൊക്കെ വളരെ മോശമായിട്ടായിരുന്നു. വീഡിയോ റെക്കോർഡിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ ഇതിന്റെ ക്യാമറ നല്ലതാണെന്ന് പറയായിരുന്നു. വേറൊരു നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഇല്ല. പക്ഷെ പ്രശ്നമൊന്നുമില്ല, 256 GB മെമ്മറി ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മെമ്മറി കാർഡ് ഇതിനകത്ത് വരുന്നില്ല. ഡ്യുവൽ സിം മാത്രമേ ഇടാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ മെമ്മറി അധികം വേണ്ടവർക്ക് അതിനുള്ള ഒരു ചോയ്സ് തന്നിട്ടില്ല. അതുപോലെ തന്നെ ഫോൺ വാട്ടർ റെസിസ്റ്റന്റ് ഒന്നുമല്ല. IP53 റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ജസ്റ്റ് നമ്മുടെ വേർപ്പ് പറ്റിയാലോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മഴത്തുള്ളികൾ തെറിച്ചാലൊന്നും കുഴപ്പമുണ്ടാകില്ല. പക്ഷെ വെള്ളത്തിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ ഫോൺ പോകും. ഈ IP റേറ്റിംഗ് എന്ന് കേട്ടിട്ട് ആൾക്കാർ വെള്ളത്തിലൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൺ കംപ്ലൈന്റ് ആവുകയും ചെയ്യും, വാറണ്ടി കിട്ടുകയില്ല. ഈ 30 രൂപ പ്രൈസ് റേഞ്ചിൽ IP68 കൊടുക്കാറ്. എനിക്ക് തോന്നുന്ന മോട്ടറോളയുടെ ലേറ്റസ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന
ഫോണിനകത്തൊക്കെ IP68 ഉണ്ട്. ഈ സെയിം പ്രൈസിലാണ് വരുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ട് വേറൊരു കാര്യമുണ്ട്. വൈഫൈ കണക്ട് ചെയ്ത സമയത്ത് 3-4 തവണ ഓട്ടോമാറ്റിക് ആയിട്ട് വൈഫൈ കട്ടായി പോയി. ഞാൻ സെയിം വൈഫൈക്കകത്ത് വേറെ ഫോണുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഫോണിലൊന്നും കുഴപ്പമില്ല. ഇതിനകത്ത് എനിക്ക് വൈഫൈ പലതവണ കട്ടായി പോയി. അത് മേ ബി എന്തെങ്കിലും സോഫ്റ്റ്വെയർ ബഗ് കാര്യങ്ങളായിരിക്കും. ഞാൻ ഇനി ഇത് നിങ്ങൾ വാങ്ങണോ വേണ്ടോ എന്ന് നിങ്ങളോട് ഒരിക്കലും പറയുകയല്ല. പോക്കോയുടെ ഫോൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ പേടിയാണ്. വേറൊന്നുമല്ല, നേരത്തെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് സോഫ്റ്റ്വെയറിന്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്നിലെ ക്യാമറ അടിച്ചു പോകും, അല്ലെങ്കിൽ മദർ ബോർഡ് അടിച്ചു പോകും, ഫോൺ മൊത്തത്തിൽ തന്നെ അടിച്ചു പോകും. അങ്ങനെ സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഈ ഫോൺ ഇപ്പൊ ഇറങ്ങിയിട്ട് ജസ്റ്റ് 1 മാസം ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫോൺ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് 5-6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഓൺലൈൻ റിവ്യൂസിലൊക്കെ വലിയ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത് എടുക്കുക. ഇനി വേറെ ഒന്നും നോക്കണ്ട. നിങ്ങളുടെ പ്രൈസ് റേഞ്ച് ഒരു 30,000 രൂപയാണ്. നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഹെവി ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വാങ്ങാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിനേക്കാളും നല്ല പെർഫോമൻസ് വരുന്ന വേറൊരു ഫോൺ ഇല്ല. 1 വർഷത്തേക്ക് എന്തായാലും വാറന്റി കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതിന് ശേഷം പണി കിട്ടിയാൽ കിട്ടി. ഈ ഫോണിൽ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ ഇത് തന്നെയാണ്. അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.